അറേബ്യയിലെ യമനിലെ ഹളറമൗത്തിൽ 1687 ഹിജ്റ വർഷം 1099 ജനിച്ച സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ഹൈദ്രോസ് ഇവിടെ എത്തി വാസമുറപ്പിച്ചതോടെയാണ് വലിയ ജാറം ഹൈദ്രോസി വംശപരമ്പരയുടെ ആരംഭം. ഇദ്ദേഹം 1751 ഹിജ്റ വർഷം 1164 മരണമടഞ്ഞു. പൊന്നാനി വലിയ ജാറത്തിൽ ഖബറടക്കം ചെയ്തു. മക്ബറയുടെ കുബ്ബയ്ക്ക് 8 അടി വ്യാസവും ഭൂമിയിൽ നിന്നും 56 അടി ഉയരവുമുണ്ട്. മലബാറിലെയും കൊച്ചി രാജ്യത്തെയും പ്രമുഖ സയ്യിദ് തറവാടായ ഏതാണ്ട് ഒരേക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന വലിയ ജാറം മാളിക വീടുകളുടെയും അതിമനോഹരമായ കുളത്തിൻ്റെയും പള്ളിയുടെയും പടിപ്പുരയുടെയും തട്ടിൻമുകളിൻ്റെയും ചരിത്രം രോമാഞ്ചദായകമാണ്. വലിയ ജാറത്തിന് സമീപമുള്ള ചീനി മുത്തശ്ശിക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതായി പറയപ്പെടുന്നു. പടർന്ന് പന്തലിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ചീനിമരം തണൽ നൽകുന്നത് കാണുമ്പോൾ നമ്മുടെ മനം കുളിർക്കും. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ഹൈദ്രോസ് പൊന്നാനിയിലെ വലിയ ജാറത്തിൽ എത്തിയത്. ഇദ്ദേഹം ചാവക്കാട് ഉപ്പാനകം എന്ന തറവാട്ടിൽ നിന്നും വിവാഹം ചെയ്തു. ഭാര്യയും മക്കളുമായി ഇദ്ദേഹം മാളിക വീട്ടിൽ താമസമാക്കി. എല്ലാ മതസ്ഥരെയും ഏകോദര സഹോദരന്മാരായി ഇദ്ദേഹം കണ്ടു. എളിമയും വിനയവും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. 1751 ഹിജ്റ വർഷം 1164 ഇദ്ദേഹം മരണമടഞ്ഞു. പൊന്നാനി വലിയ ജാറത്തിൽ മറവ് ചെയ്തു. സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ഹൈദ്രോസി പരമ്പരയുടെ 6ാമത്തെ തലമുറയിൽപ്പെട്ട ഖാൻ സാഹിബ് ആറ്റുകോയത്തങ്ങൾ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ സ്ഥാപക അംഗം കൂടിയാണ്. ഖാൻ സാഹിബ് ആറ്റുകോയത്തങ്ങൾ പൊന്നാനി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കോരൻ എന്ന ഒരു വ്യക്തിയെയാണ് ഖാൻ സാഹിബ് ആറ്റക്കോയത്തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത്. മതസൗഹാർദ്ദത്തിന് തിളക്കം കൂട്ടി ഇന്ത്യയുടെ മതേതരത്വത്തിനും പൊന്നാനിയുടെ പൈതൃകത്തിനും ഈ സംഭവം ഒരു പൊൻതൂവലായി. വലിയ ജാറം മാളിക വീടിന് അഭിമാനമായി ഇന്നും അത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഫിഷിംഗ് ആയിരുന്നു അവരുടെ ഉപജീവനം. അപ്പോൾ അത് കാരണം കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് അവർ വന്നതിന് ശേഷം അവരെ പറയൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളോക്കിയൽ ഭാഷയാണ്. അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊയ്ദ് മൗലവി അതിനെ പറ്റിയിട്ടൊരു ലേഖനം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് പോലെ ഫിഷർമാൻ എന്നുള്ള ആ ചിന്തയാണ് നമ്മൾക്ക് പോകുന്നത്. പക്ഷേ അവർ ഇസ്ലാം മതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫിഷിംഗ് ആയിരുന്നു അവരെ ഉപജീവനം. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ ഫിഷിങ്ങുമായി മുന്നോട്ട് പോയി. അപ്പോൾ അത് കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാം അപ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മുക്കോന്മാർ എന്നുള്ള രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഇസ്ലാം എന്നുള്ളതിൻ്റെ കൊളോക്കിയൽ പദമാണ്. അത് ആ കാര്യത്തെ പറ്റി മൊയ്ദ് മൗലവിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പൊന്നാനി വലിയ ജാറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാപ്പ ഇവിടെ വന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രോസ് പാപ്പ ഏകദേശം 300 ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അവരുടെ 4ഉം 5ഉം തലമുറയുള്ള സയ്യിദ് ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ 6ാമത്തെ തലമുറയിൽപ്പെട്ട ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങളാണ് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ സ്ഥാപക അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെല്ലാം ഇവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പും അതിന് ശേഷവും ഇപ്പോഴും എല്ലാം ഇവിടെ എല്ലാ മതസ്ഥർക്കും സ്വതന്ത്രമായിട്ട് ഇവിടെ വന്ന് കയറി വരാം. അവരെ പ്രയാസങ്ങളും പരാതികളും വിഷമങ്ങളും എല്ലാം തുറന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ പൊന്നാനി പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എന്തോ സാങ്കേതിക കാരണം കൊണ്ട് അദ്ദേഹം ആ സ്ഥാനം ഒഴിയുമ്പോൾ ഒരു ഹരിജനിൽപ്പെട്ട ഒരു കോരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോരൻ എന്ന വ്യക്തിയാണ് ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അത് തന്നെ ഇവിടെ മതസൗഹാർദ്ദത്തിന് അന്യമതസ്ഥരുമായി സ്പർദ്ധയില്ലാതെ മതസൗഹാർദ്ദത്തോടുകൂടി പൊന്നാനിയുടെ പൈതൃകവും ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മതേതരത്വത്തിന് പ്രത്യേകിച്ച് ഊന്നൽ നൽകിയ ഒരു തറവാട് കൂടിയാണ് പൊന്നാനി വലിയ ജാറം. 2013 ഡിസംബർ 20 വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുകയുണ്ടായി. അതിനു മുമ്പ് 2012 അങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം ഇവിടെ കൊണ്ടുവരുകയും
അത് വൈകുന്നേരം 4 മണിക്ക് അസർ നിസ്കാരത്തിന് ശേഷം സാംസ്കാരിക സമ്മേളനം ഇവിടെ നടന്നു. അതിലും പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഊന്നൽ നൽകുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് നാടിനും വീടിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് ജീവിച്ചു മരിച്ച മഹാത്മാക്കൾ, മഖാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അവർ മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും നന്മയ്ക്കും വേണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത ത്യാഗങ്ങൾ, നൊമ്പരങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. സ്നേഹത്തോടെ നമ്മുടെ മക്കളോട് സ്നേഹത്തിൻ്റെ, നന്മയുടെ, ത്യാഗത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കാലഘട്ടം നമുക്ക് മുന്നേ കഴിഞ്ഞുപോയത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്കിലേ നന്മയുള്ള, സ്നേഹമുള്ള, മതസൗഹാർദ്ദമുള്ള, എല്ലാ മതസ്ഥരെയും ഏകോദര സഹോദരന്മാരായി കാണാൻ കഴിവുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അന്നും ഇന്നും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കണ്ട വലിയ ജാറത്തിലെ മഹാത്മാക്കളുടെ മക്ബറ സിയാറത്തിനായി ആത്മസംതൃപ്തിക്കും മനസ്സമാധാനത്തിനും വേണ്ടി ദിനേന നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മരണം നഗ്നമായ ഒരു സത്യമാണ്. മരണത്തെക്കുറിച്ച് ഒരു ദിവസം ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തെറ്റിലേക്കും നമ്മൾ പോകില്ല. പള്ളി കമ്മിറ്റിൻ്റെ, മദ്രസ കമ്മിറ്റി, മറ്റുള്ള മഹല്ലുകളും ഭാരവാഹികളെല്ലാം ഇത്തരം കാര്യങ്ങൾ യുവാക്കളിൽ ആത്മീയതയിൽ ഊന്നിയ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാൽ, അതായത് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല, പക്ഷേ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടുകൂടി ആത്മീയ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി ആത്മീയയിൽ ഊന്നിയ ഭൗതിക വിദ്യാഭ്യാസം നൽകിയാൽ നമ്മളെ കുട്ടികളെല്ലാം വളരെയധികം നല്ല രൂപത്തിൽ ഇസ്ലാമിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിനും നാട്ടിനും സമൂഹത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുന്ന, പ്രത്യേകിച്ച് മതസൗഹാർദ്ദപരമായ അങ്ങനെയുള്ള സദസ്സുകളെല്ലാം മദ്രസകളിലും സ്കൂളുകളിലും സംഘടിപ്പിക്കുന്നവരെ മദ്രസകളിലും അത് സംഘടിപ്പിക്കണം. പിന്നെ ഈ മയക്കുമരുന്ന്, മദ്യം ഇങ്ങനെയുള്ളതിനെല്ലാം ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് ആത്മീയയിൽ ഊന്നിയ ഭൗതിക വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും സർവശക്തൻ്റെ അനുഗ്രഹത്താൽ നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനും അത് പ്രകാരം നല്ല നാട്ടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കും. അള്ളാഹു പറയുന്നു, അറിയുക, നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരു ഭയവുമില്ല. പരലോകത്ത് അവർ ദുഃഖിക്കുന്നവരുമല്ല, വിശ്വസിച്ചവരും ദോഷബാധയെ സൂക്ഷിക്കുന്നവരുമാണവർ. ഇഹത്തിലും പരത്തിലും അവർക്ക് സന്തോഷമുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. മഹത്തായ ഒരു വിജയമത്രയത് വിശുദ്ധ ഖുർആൻ.